തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനാവലിയെ സാക്ഷിയാക്കി തിരൂരിൽ നഗരസഭയുടെ 12ാമത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അനുഗ്രഹാശിസുകളുമായി മുൻ നഗരസഭാ കൌൺസിലർമാരും രാഷ്ട്രീയ നേതാക്കളും എത്തിയപ്പോൾ വേദി പ്രൗഢമായി. ഏറ്റവും പ്രായം കൂടിയ അംഗമായ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരന് റിട്ടേണിംഗ് ഓഫീസർ ഒ രതീഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനിൽ നിന്നാണ് മറ്റ് കൌൺസിലർമാർ സത്യവാചകം ഏറ്റുവാങ്ങിയത്. എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ ഇബ്രാഹിം ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നിർമ്മല കുട്ടികൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫായിസ സമീർ OP എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സരോജാദേവി എന്ന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് അഷ്റഫ് സർവൻ എന്ന ഞാൻ നിയമാനുസരണവും നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ മുഹമ്മദ് ഷാഫി മാറമ്മ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ യഥാവധി വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ പത്തരയോടെ തുടങ്ങിയ ചടങ്ങ് 2 മണിക്കൂറോളം നീണ്ടു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പമാണ് എല്ലാ കൌൺസിലർമാരും സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. നിലവിലെ നഗരസഭാ കൌൺസിലർമാർ മുതൽ മുൻകാല കൌൺസിലർമാർ വരെ ചടങ്ങിന് സാക്ഷിയാകാനെത്തി. ഒപ്പം വിവിധ രാഷ്ട്രീയ യുവജന സംഘടനാ നേതാക്കളും പങ്കെടുത്തു. നിയുക്ത ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, യുവജന നേതാക്കളായ അൻവർ പാറയിൽ, KK റിയാസ്, യാസിർ പയ്യോളി, റിഷാദ് വെളിയമ്പാട്ട് എന്നിവരെ സത്യപ്രതിജ്ഞയ്ക്കായി വിളിച്ചപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യമുയർത്തി ആവേശം സൃഷ്ടിച്ചു. രാഹുല അഡ്വക്കേറ്റ് ചന്ദ്രശേഖരിൽ നിന്ന് 1ാം വാർഡ് കൌൺസിലർ ഷാഫി മാടമ്പാട്ടാണ് ആദ്യം സത്യവാചകം ഏറ്റുചൊല്ലിയത്. തുടർന്ന് വാർഡുകളുടെ ക്രമ നമ്പർ അനുസരിച്ച് ചടങ്ങ് പൂർത്തിയാക്കി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും അനുഗ്രഹാശിസുകൾ വാങ്ങിയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് പോയത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും മുൻ കൌൺസിലർമാർക്കും പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരുന്നു. സ്ഥാനമൊഴിഞ്ഞ നഗരസഭാധ്യക്ഷ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി എന്നിവർക്കും പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നു. സ്ഥാനമൊഴിഞ്ഞ കൌൺസിലിലെ അംഗങ്ങളായ അഡ്വക്കേറ്റ് S ഗിരീഷ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KK സലാം, കൌൺസിലർമാരായ K അബൂബക്കർ, ഷബീർ തുടങ്ങിയവർ പുതിയ ജനപ്രതിനിധികളെ അനുഗ്രഹിക്കാനെത്തിയിരുന്നു. മുതിർന്ന ലീഗ് കോൺഗ്രസ് നേതാക്കളായ കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, KP ഹുസൈൻ, കൽപ്പ ബാവ,
AK സൈതാലിക്കുട്ടി, അഡ്വക്കേറ്റ് KA പത്മകുമാർ, CV വിമൽകുമാർ, ഷറഫുദ്ദീൻ, നൌഷാദ് പരന്നേക്കാട്, PV സമദ്, അസീസ് മാവുംകുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. വരണാധികാരി O രതീഷ്, സഹവരണാധികാരി അബ്ദുൽ നാസർ വലിയാട്ടിൽ, സെക്രട്ടറി സീന തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 40 കൗൺസിലർമാരാണ് ചുമതലയേറ്റത്. പുതിയ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പുകൾ 26-ന് കൗൺസിൽ ഹാളിൽ നടക്കും. UDF-ന് 31-ഉം LDF-ന് 8-ഉം NDA-ക്ക് 1 അംഗങ്ങളാണ് പുതിയ കൗൺസിലിൽ ഉള്ളത്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.